Hello, all of you. Happy New Year. Happy 2023. എല്ലാവർക്കും ഒരു അടിപൊളി വർഷമായിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്കും I hope it's a year which is kind in general on the whole world. സഡൻ ഷോക്കുകളൊന്നും കിട്ടാത്ത ഒരു സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു വർഷമാകട്ടെ നമുക്ക് എല്ലാവർക്കും എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. As I'm speaking today, it's the 1st of January 2023 and I'm watching a glorious sunset. And I thought that this was a video I'd been wanting to make for a couple of days. അപ്പോൾ ഇന്നാണ് ഇതിൻ്റെ കറക്റ്റ് ദിവസം എന്ന് തോന്നി, which is why I am making it today. I wanted to talk to you guys about something. ഞാൻ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് I wanted to show you a little something. It's a little vlog inside this video and I made that vlog few days ago. അപ്പം ഞാൻ vlog കാണിച്ചു തരട്ടെ. ഹലോ, ഞാൻ ഇങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു ഇൻറ്ററാക്റ്റീവ് ഡെയിലി പോലത്തെ ഒരു വ്ളോഗ് എടുത്തിട്ട് വർഷങ്ങളായി എന്ന കാര്യത്തെ മാനിച്ച് ഞാൻ ഇന്നൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞാനും അപ്പൂപ്പനും അമ്മൂമ്മയും കൂടി അമ്മേനെ കണ്ടു. ഞാനും അമ്മയും അപ്പൂപ്പനും അമ്മൂമ്മയും കൂടി ലഞ്ച് കഴിക്കാൻ വന്നു. കാരണം എൻ്റെ അമ്മൂമ്മയ്ക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടം അമ്മൂമ്മയുടെ ഭർത്താവിനെയോ അമ്മൂമ്മയുടെ പിള്ളേരെയോ ഒന്നുമല്ല, അമ്മൂമ്മയ്ക്ക് ഭക്ഷണമാണ് ഏറ്റവും ഇഷ്ടം, അല്ലേ? അപ്പൊ ഇന്ന് ലഞ്ച് കഴിക്കാൻ പോവാന്ന് പറഞ്ഞത് കൊണ്ട് അമ്മൂമ്മ 3 ദിവസമായിട്ട് ഭക്ഷണമേ കഴിച്ചിട്ടില്ല എന്നാണ് അപ്പൂപ്പൻ പറഞ്ഞത്. കാരണം എന്നാലേ ഇവിടെ വന്നിട്ട് നന്നായിട്ട് കഴിക്കാൻ പറ്റൂ, അല്ലേ? അങ്ങനെയൊന്നുമില്ല. അപ്പം കഴിക്കാൻ പോവാം. അപ്പൊ ബൊഫയാണ്, അതാണ് സാധാരണ അമ്മൂമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം. നമ്മൾ ട്രിവാൻഡ്രം ക്ലബ്ബിൽ ലഞ്ചിന് പോകും, അവിടെ മീൽസാണ്. ട്രിവാൻഡ്രം ക്ലബ്ബിൽ പണ്ട് തൊട്ടേ പോകുന്നതാണ്. അപ്പോൾ അത് അമ്മൂമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ അടുത്താണ് നമ്മളിവിടെ വേറൊരു സ്ഥലത്ത് ബൊഫെ ലഞ്ചിന് വരും. അതിനൊരിക്കൽ വന്നു കഴിഞ്ഞപ്പോൾ അതങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ടല്ലേ. കാരണം ബൊഫെ മറ്റേ ഊണിലാവുമ്പോൾ ഒരു 7-8 കറിയേ ഉള്ളൂ, ബൊഫയിലാവുമ്പോൾ 20 കറിയെങ്കിലും ഉണ്ട്. നടന്ന് കഴിക്കാം. മറ്റടുത്താണെങ്കിൽ ഒരു പായസമേ കിട്ടും. ഇവിടെ ഡെസേർട്ടൊക്കെ പലതരം ഡെസേർട്ട്സ് കിട്ടും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇതാണ് അമ്മൂമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിട്ട് നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പൊ അമ്മൂമ്മ എക്സൈറ്റഡ് ആണ്. വിശപ്പുണ്ടല്ലേ? അതെ, ഇപ്പൊ അമ്മൂമ്മ ചുടിദാർ മാത്രമേ ഉള്ളൂ ഇടത്തുള്ളൂ. പണ്ട് സാരിയൊക്കെ ആയിരുന്നു, ഇപ്പൊ ചുടിദാർ മാത്രമേ ഇടൂ. അങ്ങനത്തെ ഒരു വളരെ മോഡേൺ ഗ്രാനിയാണ്. ചുടിദാർ ആവുമ്പോ എളുപ്പമുണ്ടല്ലേ. ഏത് ഫ്ലോർ എന്നാ പറഞ്ഞ? 9th. അപ്പൂപ്പൻ അമ്മൂമ്മ ചുടിദാർ ഇടുന്നതാണോ ഇഷ്ടം, സാരി ഇടുന്നതാണോ ഇഷ്ടം? അതുകൊണ്ട് ചുടിദാറാണ് എളുപ്പമല്ലേ. ഓ, അല്ലെങ്കിൽ ഡാഡിയാണോ സാരിയിൽ പെൺകുത്തി? അപ്പൊ നമ്മൾ ലഞ്ചിന്റെ സ്ഥലത്തെത്തി. കഴിഞ്ഞ പ്രാവശ്യം ഇരുന്ന് അതേ ടേബിളിൽ ഇരിക്കുക അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം നമ്മളിതോ ആ ടേബിളിലിരുന്ന് ഇങ്ങനെ മൺചട്ടി ഇവിടെ വാങ്ങാനും തരുമില്ല. അല്ല, പക്ഷെ ചട്ടി നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഇരുന്ന ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് നമുക്കിരിക്കാം. അമ്മമ്മ വാ, നമുക്ക് ഐറ്റംസ് ഒക്കെ പോയി കാണാം. ബൊഫയിൽ വന്നാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്തൊക്കെ ഉണ്ടെന്ന് നോക്കുന്നത്. ഇംഗ്ലീഷ് നന്നായിട്ട് വായിക്കും. സാമ്പാർ പുളിശ്ശേരി രസം. ഓക്കെ, എനിവേ എന്ത് ജ്യൂസാ? കൊള്ളാവോ? അപ്പൂപ്പൻ എപ്പോഴും ഒരു പുച്ഛമാണല്ലേ അമ്മൂമ്മ. ആര് പറഞ്ഞു? എന്നാണ് എൻ്റെ ജാതകത്തിലുള്ളത്.
72. അപ്പൊ ഇപ്പൊ എത്ര വയസ്സായി? 70. അമ്മൂമ്മയ്ക്ക് ഒന്ന് പോയേ ഇവിടുന്ന്. 70 വരെ. എനിക്ക് 51 70 പക്ഷെ 70 തോന്നിക്കത്തില്ല. സത്യം. ഒരു 50. അമ്മൂമ്മയ്ക്ക് 50 ആണെങ്കിൽ അമ്മയ്ക്ക് 30. അമ്മൂന് 10. സൂപ്പ് എങ്ങനെയുണ്ട്? ഈ ചിക്കൻ അന്നും ഉണ്ടായിരുന്നല്ലേ? Come on. അമ്മ എങ്ങനെയുണ്ട്? അമ്മൂമ്മയുടെ കൂടെ പഠിച്ച കൂട്ടുകാരികളൊക്കെ ഈ വ്ളോഗ് കാണുമായിരിക്കും. അവരോടൊക്കെ എന്താണ് അമ്മൂമ്മയ്ക്ക് പറയാനുള്ളത്? അവർക്കൊക്കെ മനസ്സിലായ എന്തോ എന്താ മോളുമാണ്. ഓ, കാണുന്നവർക്ക് മനസ്സിലാവൂലേ? പണ്ടത്തെ ഫ്രണ്ട്സിന്റെ പേരൊക്കെ ഓർമ്മയുണ്ടോ? അവിടെ SP ട്യൂട്ടോറിയൽ പഠിച്ച പിള്ളേരൊക്കെ ട്യൂഷനൊക്കെ വന്ന. അവരുടെ പേരെന്താ? വിമല, ലീല. അപ്പൊ അവരുടെ കൂട്ടത്തിന്റെ കില്ലാടിയാണ് വസന്ത. പിന്നെ അവരൊക്കെ ഓർക്കുന്നുണ്ടാവോ എന്റെ മോളാണ് സിന്ധു എന്നൊക്കെ എല്ലാവർക്കും അറിയാമോ? എന്റെ മോളാണ് സിന്ധു. ആകെയുടെ അമ്മൂമ്മയാണെന്നൊക്കെ അറിയാമോ? എന്തോ പിള്ളേർക്ക് മക്കളെ അറിയാമല്ലോ പിള്ളേർക്ക്. പ്ലേറ്റ് നല്ല സൂപ്പറായിട്ട് വൃത്തിയാക്കിയാണ് കഴിക്കുന്നത്. അപ്പൂപ്പൻ പിന്നെ അമ്മൂമ്മയുടെ ബാഗ്. അങ്ങനെ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ച് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മൂമ്മ ലഞ്ച് എങ്ങനെ ഉണ്ടായിരുന്നു? ശരിക്കും നന്നായിട്ട് തിന്നു കേട്ടാ. കാരണം ആദ്യം കപ്പയും ഞണ്ടും ആ മീനും ആ ചൂര മീൻ കറി നല്ല ടേസ്റ്റ് ആയിരുന്നു. ഓ, ചൂരയായിരുന്നോ? നെമ്മീൻ ചൂര നല്ല കറിയായിരുന്നു. പായസത്തില് ലോക്കലിൽ തുടങ്ങി ലോക്കലിൽ അവസാനം ഐസ്ക്രീം എല്ലാം കൊള്ളാം. എല്ലാം നല്ലതായിരുന്നു. പിന്നെ അപ്പൂപ്പനും അമ്മൂമ്മയും നമ്മുടെ വീട്ടില് സ്ലീപ്പ് ഓവറിന് വന്നിരിക്കുകയാണ്. ഇല്ലല്ല, ഒരു വാല്യൂ ഫോർ മണി ഉണ്ട്. നല്ല ആഹാരം, നല്ല ഇരുന്ന് കഴിക്കാനൊക്കെ പറ്റിയ നല്ല. അവിടെ ഒരു ബെഡും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഓക്കെ, അപ്പം അതായിരുന്നു വ്ളോഗ്. നത്തിങ് മച്ച്, നത്തിങ് ഔട്ട് ഓഫ് ദി ഓർഡിനറി. ഞാനും അമ്മയും അപ്പൂപ്പനും അമ്മൂമ്മയും കൂടി ഒരു ദിവസം ലഞ്ച് കഴിക്കാൻ പോയി. പിന്നെ അവർ വീട്ടിൽ നിന്നു. ദേ വർ ദേർ ഫോർ എ കപ്പിൾ ഓഫ് ഡേയ്സ്. അതൊക്കെ തന്നെ ജസ്റ്റ് വെരി വെരി റാൻഡം റെഗുലർ നോർമൽ വ്ളോഗ്. ഇതിനെക്കുറിച്ച് എന്താണ് ഇത്ര സംസാരിക്കാമെന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ചല്ല. എനിക്ക് ആ ദിവസങ്ങളിൽ എപ്പോഴും എൻ്റെ മനസ്സിൽ വന്ന ഒരു തോട്ടായിരുന്നു, വിച്ച് ഐ തോട്ട് വാസ് വെരി I don't know, I just wanted to make a video on it, just like that. അപ്പോൾ എനിക്ക് എന്താണ് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അതായത് it's the new year and you all might just be in the mood to listen to something you might want to follow. നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസ് ഒക്കെ ഇപ്പോഴും ഉണ്ടെങ്കിൽ, ഗ്രാൻഡ് പേരൻസ് മാത്രമല്ല, ദിസ് അപ്ലൈസ് ടു എനിബഡി ഫ്രം ദാറ്റ് ജനറേഷൻ, ബട്ട് ക്ലോസർ ഹോം നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസ് ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ, അതല്ല അവരുടെ വീട്ടിലുണ്ടെങ്കിൽ, പ്ലീസ് ഡു ട്രൈ ടു ടേക്ക് ആൻ ആക്ച്വൽ എഫേർട്ട് ടു സ്പെൻഡ് ടൈം വിത്ത് ദം. ഇപ്പം നിങ്ങളാരും ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. ചിലപ്പോൾ ഞാൻ ചിലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളിൽ പലരും നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസ് ആയിട്ട് ചിലവഴിക്കുന്നുണ്ടാകാം. പക്ഷെ അല്ലാത്ത സാഹചര്യത്തിലുള്ളവരും ചിലപ്പോൾ ഉണ്ടാവും അല്ലേ. അപ്പം കുറച്ചധികം എഫേർട്ട് എടുത്ത് നിങ്ങൾ നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസിൻ്റെ കൂടെ സമയം ചിലവഴിക്കണം. എന്തുകൊണ്ടെന്ന് എനിക്ക് തോന്നിയ കപ്പിൾ ഓഫ് റീസൺസ് ഉണ്ട്. ഒരു റീസൺ എന്താണെന്ന് പറഞ്ഞാൽ, നാച്ചുറലി നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് പേരൻസ്
ജനറേഷനിലുള്ള ആൾക്കാർ അവരുടെ ലൈഫിൻ്റെ സൺസെറ്റ് ഇയേഴ്സിലേക്ക് ചെല്ലുമ്പോഴേക്കും, ദാറ്റ് ഇസ് ടുവേർഡ്സ് ദിയർ ഒരു 65+, 70, 75, 80, 85, 90 പോലത്തെ ഏജിലേക്ക് പോകുമ്പോഴത്തേക്കും there is a certain sense of loneliness in some of them or many of them. കാരണം എന്താണ്, ഇപ്പോൾ അവർ ഭയങ്കര ആക്റ്റീവായിട്ട് നടന്നൊരു ജനറേഷൻ എന്ന് പറയുന്നത് കുറേ നാൾ മുമ്പായിരിക്കും. ഇത് എല്ലാവർക്കും ജനറലൈസ് ചെയ്യാൻ പറ്റില്ല, ഞാൻ പൊതുവെ അല്ലെങ്കിൽ ഞാനൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവർക്കെല്ലാം അപ് ടു ഡേറ്റ് ആയിരുന്ന ഒരു ജനറേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ കുറച്ചധികം കാലം മുന്നത്തെ ആയിരിക്കും. ഇപ്പം അവരുടെ ജീവിതത്തിന് ചുറ്റും നടക്കുന്ന സാഹചര്യങ്ങളിലേക്ക് അവർ പലരും അപ് ടു ഡേറ്റ് ആയിക്കൊണ്ടിരിക്കാൻ ശ്രമിക്കുകയാണ്. ദേ ട്രൈങ് ടു catch up with it. They're trying to fit themselves in. ഇപ്പം നമ്മളായിരിക്കുമല്ലോ പഠിപ്പിച്ചു കൊടുക്കുന്നത്, അതായത് സ്മാർട്ട് TV എങ്ങനെ ഉപയോഗിക്കണം, ഇൻസ്റ്റഗ്രാം എങ്ങനെ ഉപയോഗിക്കണം, ഫേസ്ബുക്ക് എങ്ങനെ ഉപയോഗിക്കണം, ഓൺലൈനായിട്ട് എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കേണ്ടത്, ഓൺലൈനായിട്ട് എങ്ങനെയാണ് ഗ്യാസ് ബുക്ക് ചെയ്യേണ്ടത്. ഇതിപ്പം അവരുടെ മക്കളുടെ മക്കളോ ഒക്കെ ആയിരിക്കും അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതുപോലെ തന്നെ പല 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 കാര്യങ്ങളും നമ്മുടെ ചുറ്റിനും ഉള്ളത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവർ ചിലപ്പം അവർക്ക് തന്നെ ഇച്ചിരി ഓൾഡ് ഫാഷൻഡ് ആയിട്ട് തോന്നുമായിരിക്കും. അപ്പോൾ അതുപോലത്തെ പല 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 സാഹചര്യങ്ങളാൽ അവർക്ക് ചിലപ്പോൾ ഇച്ചിരി ലോൺലി ആയിട്ടൊക്കെ തോന്നും. കാരണം അവർക്ക് അങ്ങനെ എന്നും രാവിലെ എണീറ്റ് പോകാൻ സ്കൂളില്ല, കോളേജില്ല, ചുമ്മാ പോകാൻ ഒരു ഹാങ് ഔട്ട് ഗ്യാങ് ഓഫ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഉണ്ടാവണം എന്നില്ല. അപ്പം ദർ ഈസ് എ നാച്ചുറൽ സെൻസ് ഓഫ് ലോൺലിനെസ് ഇൻ എ ലോട്ട് ഓഫ് ഓൾഡർ പീപ്പിൾ. ദർ ആർ വെരി ഫ്യൂ എക്സ്ട്രീംലി ലക്കി പീപ്പിൾ കേട്ടോ. ഇപ്പോൾ ഒരു 70-75 വയസ്സിലും അവരായിരിക്കും അവരുടെ വീട്ടിൻ്റെ ഹീറോ അല്ലെങ്കിൽ ഹീറോയിനായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. അത്ര ഭാഗ്യം ചെയ്തിട്ടുള്ള ചിലരുണ്ട്. പക്ഷെ അതൊരു വളരെ ചെറിയ ഒരു കുറച്ച് ആൾക്കാരാണ്. ഭൂരിഭാഗം ഓൾഡർ പീപ്പിളിനും അവരുടെ ഒരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ ഐ എം നോട്ട് സെയിങ് ദേ ആർ സാഡ്, ദേ വിൽ ബി ഹാപ്പി, മോസ്റ്റ് ഓഫ് ദം ദേ വിൽ ബി ഹാപ്പി ആൻഡ് റിലാക്സ്ഡ് ആൻഡ് ഓൾ. പക്ഷെ ഒരു ചെറിയ സെൻസ് ഓഫ് ലോൺലിനെസ് ക്യാൻ ബി ദെയർ ഇൻ ദം. അപ്പം അവർ സ്വയം ചിന്തിച്ച് തന്നെ അവർ മറ്റുള്ളവർക്കൊരു ഭാരമാണോ? ഇപ്പോൾ അവരിൽ പലരും വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കില്ല. ഇപ്പം അവരുടെ ചിലവുകൾക്ക് വേണ്ടി അവരുടെ കുട്ടികൾ ഇച്ചിരി കാശ് ചിലവാക്കുന്നത് ഒക്കെ കൊണ്ട് അവരൊരു ഭാരമാണെന്നൊക്കെ അവർ സ്വയം ചിന്തിക്കാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. സോ if from your side, if you take a little effort to just go out and just do things for them normally, spend time with them, not because they want you to spend time with them, but because you want to spend time with them enna oru aspect il if you constantly mingle with them, അത് അവർക്ക് വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്ന ഒരു ഫീലിംഗ് ആയിരിക്കും. ഇപ്പം ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, ഇപ്പം നമ്മൾ സ്മൈൽ ലൈൻസ് തന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഏജ് ആവും തോറും നമ്മുടെ ഈ ഏരിയ ഇങ്ങനെ ആവത്തില്ല. ലൈക്ക് ഇപ്പം നമ്മൾ ഒരാളുടെ ഒരു 25 വയസ്സുള്ള ഫോട്ടോയും അതേ ആളുടെ ഒരു 75 വയസ്സുള്ള ഫോട്ടോ അല്ലെങ്കിൽ ഒരു 80 വയസ്സുള്ള ഫോട്ടോ എടുക്കുമ്പോഴത്തേനും ഇവിടെ ഇങ്ങനെ ഇരുന്നത് പതുക്കെ ഇങ്ങനെയാവും, ഒരു സാഡ്നെസ് ഫേസിൽ വരും. ദാറ്റ്സ് പ്രോബബ്ലി ജസ്റ്റ് ദ ജേർണി ഓർ ട്രാൻസ്ഫർമേഷൻ ഓഫ് സ്കിൻ ആസ് ഇറ്റ് ഇസ്. ബട്ട് ഐ ഡോണ്ട് നോ, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വൈ the natural ഒരു എന്താ പറയുക journey of skin as you become old makes you look sadder, because you're not supposed to, I don't know, and why should someone look or be sadder as they're older? Yeah, of course your journey here might just be getting over, but at least ഇപ്പം നമുക്ക് ചുറ്റിനുമുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ മേ ബി യു വിൽ ഫീൽ മോർ പോസിറ്റീവ് ആൻഡ് ഹാപ്പിയർ ആൻഡ് യു ക്യാൻ ബി എ ഹാപ്പി ഓൾഡ് പേഴ്സൺ, നോ? സോ യാ, സോ ആസ് യങ് children, grandchildren, whatever, you actually have the choice of taking out time and spending time with them and actually making them feel very important and happy in the perspective of you wanting to spend time with them. Okay, so that's one thing. Second, ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, if you think of it, ഇപ്പോൾ നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസിന് at this point in their life, they will actually know more dead people than alive. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവരുടെ അച്ഛൻ, അമ്മ, അപ്പൂപ്പൻ, അമ്മുമ്മ, അവരുടെ സ്കൂളിലെ ഫ്രണ്ട്സ്, ടീച്ചേഴ്സ്, അവരുടെ അങ്കിൾ, ആൻറ്റി, കസിൻസ്, ഇവരുടെയൊക്കെ ഒരു ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഇതിൽ ഒത്തിരി പേരും ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരിക്കണം എന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു
70 മേളിലേക്കുള്ള ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സോ ഇഫ് യുവർ ഗ്രാൻഡ് പേരൻസ് സ്റ്റിൽ അലൈവ്, അവർ വൈബ് ചെയ്തിരുന്ന, അവരുമായി ഏറ്റവും അധികം റിലേറ്റ് ചെയ്തിരുന്ന ആരും ഇന്നുണ്ടായിരിക്കില്ല എന്നല്ല ഞാൻ പറയുന്നത്, ഒത്തിരി പേര്. അപ്പം ഫ്രം യുവർ പെർസ്പെക്റ്റീവ് നമുക്കിപ്പോൾ ഒരു ഫോൺ എടുത്ത് വിളിക്കാൻ കുറേ ആൾക്കാരുണ്ട്. നമ്മൾ ജെല്ല് ചെയ്യുന്ന, വൈബ് ചെയ്യുന്ന, ബോണ്ട് ചെയ്യുന്ന, നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന, നമ്മുടെ ജീവിത സാഹചര്യങ്ങളും നമ്മുടെ ഇമോഷൻസും നമ്മുടെ ഒരു വേവ് ലെങ്ത്തും ഒക്കെ ആയിട്ട് കറക്റ്റായിട്ട് സിങ്ക് ആവുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവും. ബട്ട് ഫോർ യുവർ ഗ്രാൻഡ് പേരൻസ് ഇറ്റ് വിൽ നാച്ചുറലി നോട്ട് ബി ലൈക്ക് ദാറ്റ്. കാരണം അവരുടെ ഏജിൽ ഇന്ന് അവർ നോക്കുമ്പോഴത്തേക്കും അവരുടെ ഇത്രയും ഒരു 70 അല്ലെങ്കിൽ അതിന് മേളത്തെ വർഷങ്ങളിൽ അവർക്ക് പരിചയമുണ്ടായിരുന്ന ഒത്തിരി പേര് മരിച്ചു പോയിട്ടുണ്ടാവും. അപ്പം ഒരു വോയിഡ് അല്ലെങ്കിൽ ഒരു എംപ്റ്റിനെസ് പലരുടെ ജീവിതത്തിലും ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഒന്നൊന്നുമല്ല, ഒത്തിരി അവർക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള, അവരുടെ ഫസ്റ്റ് റിലേഷൻ ആയിട്ടുള്ള, അവരെക്കാൾ ഇളയത്, അവരെക്കാൾ മൂത്തത്, അവരുടെ ഏജുള്ള ഒത്തിരി പേര് മരിച്ചു പോയിട്ടുണ്ടാവും. അപ്പം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ഇപ്പം നമ്മളാൽ കഴിയുമെങ്കിൽ ആ വോയിഡ്സ് ഫില്ല് ചെയ്യുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഓക്കെ നമ്മളെക്കാൾ കുറച്ചുകൂടി ഏജ് ആയിട്ടുണ്ടാവും, മെച്യൂർ ആയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ലോസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ ചിലപ്പോൾ കുറച്ചും കൂടി അറിയായിരിക്കും. ബട്ട് ദർ ഓൾസോ ഹ്യൂമൻ ബീയിങ്സ് നോ. അപ്പോൾ നമുക്കൊരു ലോസിനെ കുറിച്ച് എന്താണെന്ന് തോന്നുന്നത് അത് തന്നെയായിരിക്കും അവർക്കും തോന്നുന്നത്. ഇറ്റ് വിൽ ബി മൾട്ടിപ്പിൾ ലോസസ് ഇൻ ദിയർ മൈൻഡ് അറ്റ് എവറി പോയിന്റ് ഇൻ ടൈം. സിബ്ലിങ്സ്, പേരൻസ്, ഫ്രണ്ട്സ്, സോ മെനി പീപ്പിൾ. അപ്പം അങ്ങനത്തെ വോയിഡൊക്കെ ഫില്ല് ചെയ്യാൻ ആക്ച്വലി നമ്മളെ കൊണ്ട് പറ്റും. ബിക്കോസ് ഇഫ് യു റിയലൈസ് ഇറ്റ് ഓർ നോട്ട്, ഓൾഡർ ജനറേഷൻസ് റിയലി അപ്രിഷിയേറ്റ് ഇറ്റ് വെൻ യങ് ജനറേഷൻ സ്പെൻഡ്സ് ടൈം വിത്ത് ദം. ഇത് പ്രായമുള്ളവരിൽ മാത്രമല്ല, ഇപ്പം എനിക്ക് പോലും വെൻ ഹൻസിക ആക്ച്വലി കംസ് ആൻഡ് സിറ്റ്സ് നിയർ മീ ആൻഡ് ജസ്റ്റ് റാൻഡംലി ടോക്സ്, ഐ റിയലി അപ്രിഷിയേറ്റ് ഇറ്റ്. ഓക്കെ, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതുപോലെ തന്നെയാണ് ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് അങ്ങോട്ട് പോയി എന്തെങ്കിലും സംസാരിക്കുക ചോദിക്കുക, ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഷീ ആക്ച്വലി ഫൈൻഡ്സ് ഹാപ്പിനെസ് ഇൻ ഇറ്റ്. സെയിം തിങ് വിത്ത് ഇപ്പം ഞാൻ എൻ്റെ അപ്പൂപ്പൻ അമ്മയുടെ അടുത്തൊക്കെ പോയിരുന്ന് സംസാരിക്കുമ്പോൾ ദേ ആർ ആക്ച്വലി വെരി ഹാപ്പി അബൌട്ട് ഇറ്റ് ആൻഡ് ഐ നോ ഇറ്റ്, ലൈക്ക് ഐ കെൻ സീ ഇറ്റ്. അപ്പം അതുകൊണ്ട് ഈ വോയിഡ് നമ്മളെ കൊണ്ട് ഫില്ല് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ ബിക്കോസ് at this point they might probably be knowing more people who are dead than alive എന്നുള്ളൊരു aspect is actually a reality, and you actually have the choice of doing something about it to fix it. So that's the second thing I wanted to tell you. And the third thing is, നമ്മുടെ ഗ്രാൻഡ് പേരൻസിൽ പലരും റിട്ടയർ ആയിട്ടുണ്ടാവും, അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ജോലിയൊന്നും ചെയ്യുന്നുണ്ടായിരിക്കില്ല. ആൻഡ് സിൻസ് ദേ ആർ ഓൾഡർ ദേ ആർ പ്രോബബ്ലി സംടൈംസ് വീക്കർ, എ ലിറ്റിൽ ക്ലംസി അറൗണ്ട് തിങ്സ്. അപ്പോൾ അവരെ കൊണ്ട് ആരും പ്രത്യേകിച്ച് ഒന്നും ചെയ്യിപ്പിക്കത്തില്ല. സോ സംതിങ് ഐ റീസെൻ്റ്ലി അണ്ടർസ്റ്റുഡ് ഇസ് ദാറ്റ് ഐ സോ ദാറ്റ് ഇൻ മൈ ഗ്രാൻഡ് ഫാദർ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, പുള്ളിക്ക് എന്തെങ്കിലും ഒരു ചെറിയ സഹായം നമ്മൾ പുള്ളിയോട് ചോദിച്ചാൽ പുള്ളിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. പുള്ളിക്ക് ലൈക്ക് ഹീ റിയലി വാണ്ട്സ് ടു ഫീൽ ഇമ്പോർട്ടൻറ്റ്, ഹീ റിയലി വാണ്ട്സ് ടു feel useful, that he is of a lot of help to us എന്ന് പുള്ളിക്ക് തോന്നാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോഴാണ് എനിക്ക് ആ ഒരു പോയിന്റ് സ്ട്രൈക്ക് ആയത്, ദാറ്റ് നമ്മൾ ഇവരിലേക്ക് ഇപ്പം നമ്മുടെ ഒരു ഫാദർ മദർ ജനറേഷനിലേക്ക് നമ്മൾ അവരോട് ഒത്തിരി സഹായങ്ങൾ ഇപ്പോഴും ചോദിക്കാറുണ്ടല്ലോ, അത് ചെയ്തു, ഇത് അതിനാരെ വിളിക്കേണ്ടത്, ഇതിനാരെ വിളിക്കേണ്ടത്. പക്ഷെ ഒരു ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ ജനറേഷൻ അവരുടെ ആ ഒരു ഏജ് ഗ്രൂപ്പ് എത്തിക്കഴിഞ്ഞാൽ, ഇപ്പം അവരുടെ മക്കൾ എന്ന് പറയുന്ന അവർക്ക് തന്നെ 50 വയസ്സായി കാണും. അപ്പം 50 വയസ്സായ ഒരു ആണിന് അല്ലെങ്കിൽ പെണ്ണിന് അവരുടെ അച്ഛനും അമ്മയടുത്തും ചോദിച്ച് പ്രത്യേകിച്ച് സഹായങ്ങളുടെ ഒന്നും ആവശ്യം ഇന്ന് വരുന്നില്ല അല്ലേ, കാരണം അവർക്കെല്ലാം അറിയാമല്ലോ. ആൻഡ് ഇപ്പോൾ അവരുടെ ഗ്രാൻഡ് ചിൽഡ്രൻ ആണെങ്കിൽ അവരുടെ പേരൻസിനോടല്ലേ ചോദിക്കത്തുള്ളൂ, ഈ അപ്പൂപ്പനമ്മ ജനറേഷനോട് ചോദിക്കത്തില്ലല്ലോ. അപ്പോൾ കുറേ നാളായി കാണും അവർ ഇച്ചിരി ഉപയോഗപ്രദമായിട്ടൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ട്, ലൈക്ക് അവരെ കൊണ്ട് മറ്റൊരാൾക്കൊരു യൂസ് വന്നിട്ട് അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് വന്നിട്ട്. അപ്പം ഈ പറഞ്ഞ പോലെ അവർക്ക് ആക്ച്വലി ഭയങ്കര സന്തോഷമായിരിക്കും ഇപ്പം നമ്മൾ അങ്ങോട്ട് പോയിട്ട് എനിക്കൊന്ന് അത് ചെയ്തു തരും അല്ലെങ്കിൽ ഇത് ചെയ്തു തരും, എന്നെ ഒന്ന് ഇത് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും. കാരണം കുറേ നാളായിട്ട് ചിലപ്പോൾ ആരും അവരുടെ അടുത്ത് അത് ചോദിച്ചിട്ട് പോലും ഉണ്ടാവില്ല, മനസ്സിലായില്ലേ? അപ്പം നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ അങ്ങനത്തെ കാര്യങ്ങളിൽ, അതായത് വീട്ടിൽ എന്തെങ്കിലും ജോലിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും കാര്യത്തിലൊക്കെ അവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. കാരണം അവർക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നും ഇഫ് യു ആക്ച്വലി ആസ്ക് ദെം ടു ഡു ഇറ്റ്. So yeah, that's what I wanted to talk to you guys about. ഇത് അത്ര വലിയ ആന കാര്യമൊന്നുമല്ല. This is probably something you all already knew. But ഈ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ഒരു കുറച്ച് പേർക്കെങ്കിലും ഇത് കേട്ടത് കൊണ്ട് എന്തെങ്കിലും ഒരു
വ്യത്യാസം തോന്നുന്നുണ്ടെങ്കിൽ തോന്നിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയത്. കാരണം ഗെറ്റിംഗ് ടു സ്പെൻഡ് ടൈം വിത്ത് യുവർ ഗ്രാൻഡ് പേരൻസ് ആൻഡ് പീപ്പിൾ ഓഫ് ദാറ്റ് ജനറേഷൻ ഹു ലൈക്ക് യുനോ ഓൾമോസ്റ്റ് 2 generations ബിഫോർ യോഴ്സ്. 2 അല്ലല്ലോ, 1. മനസ്സിലായല്ലോ, ഈ പേരൻസ് ഗ്രാൻഡ് പേരൻസ് അങ്ങനെ. കാരണം എന്താ പറയുക, നമുക്ക് പരിചയമില്ലാത്ത ഒരു പീരീഡ് ഓഫ് ലൈഫിൽ ജീവിച്ചവരാണ് അവർ, അല്ലേ? നമ്മൾ ജനിക്കുന്നതിന് ഒരു 50 വർഷം മുമ്പെങ്കിലും ജനിച്ച ആൾക്കാരാണ് അവർ. നമുക്കറിയാത്ത ഒരു ഈറ, നമുക്കറിയാത്ത ഒരു കോണ്ടെക്സ്റ്റിലാണ് അവർ ജനിച്ച് വളർന്നിട്ടുള്ളത്. അപ്പം ദർ സോ മച്ച് ദാറ്റ് യു ഗെറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ത്രൂ ദെം ആൻഡ് സോ മച്ച് ദാറ്റ് യു ഗെറ്റ് ടു നോ ത്രൂ ദെം. ആൻഡ് ഇന്ന് നമ്മൾ എന്താണോ അതിന് കറങ്ങിത്തിരിഞ്ഞ് വരുമ്പോഴത്തേക്കും അവരാരായിരുന്നു, അവരെന്തായിരുന്നു, അവരെന്ത് ചെയ്തിരുന്നു എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം എൻ്റെ അച്ഛനമ്മയെ നോക്കുകയാണെങ്കിൽ എൻ്റെ അമ്മയുടെ അച്ഛനമ്മയെ നോക്കുകയാണെങ്കിൽ വാട്ട് എവർ ദേ ഡിഡ് വിത്ത് ദിയർ ലൈഫ് is directly responsible for whatever and wherever I am in my life right now. അല്ലേ? അപ്പം ആ ഒരു കമ്മിറ്റ്മെൻറ്റ് നമുക്ക് അവരോടുണ്ട്. യുനോ ദാറ്റ് ഇസ് എ ഗിവൺ. അപ്പം ഐ തിങ്ക് ദാറ്റ് നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു ഗോ ഔട്ട് ഓഫ് യുവർ വേ, ആൻഡ് ഇറ്റ്സ് ഓണസ്റ്റ്ലി നോട്ട് എ ബിഗ് ഗോയിങ് ഔട്ട് ഓഫ് വേ, ഇറ്റ്സ് എ വെരി നോർമൽ തിങ് ടു ആക്ച്വലി സ്പെൻഡ് ടൈം വിത്ത് യുവർ ഗ്രാൻഡ് പേരൻസ് ആൻഡ് മേക്ക് ഇറ്റ് ഫീൽ വെരി നൈസ് ആൻഡ് നോർമൽ. And make them feel important, make them feel എന്താ പറയുക, അവർക്ക് നമ്മളെ വേണം എന്നുള്ളതുപോലെ തന്നെ നമുക്കും അവരെ വേണം, അവർക്ക് നമ്മളെ കാണണം എന്നുള്ളതുപോലെ തന്നെ നമുക്കും അവരെ കാണണം, അവർക്ക് നമ്മളെ കൊണ്ട് പല പല സഹായങ്ങൾ ആവശ്യമുള്ളതുപോലെ തന്നെ നമുക്കും അവരെ കൊണ്ട് സഹായങ്ങൾ ആവശ്യങ്ങളുണ്ട് എന്ന ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈവൻ ദേ വിൽ ബി മച്ച് ഹാപ്പിയർ ഹ്യൂമൻ ബീയിങ്സ്. ആൻഡ് it will just be nice. അല്ലെങ്കിൽ കുറേ വർഷം കഴിഞ്ഞ് when you're a grandparent you will probably be going through emotions, positive and negative, which they are also probably going through at this point. And ആ സമയത്ത് നമുക്ക് ഭയങ്കര റിഗ്രറ്റ് തോന്നാം, അല്ലേ? അയ്യോ, അന്ന് ഞാൻ അങ്ങനെ എന്താ ചെയ്യാത്ത, അന്ന് ഞാൻ ഇങ്ങനെ എന്താ ചെയ്യാത്ത, അങ്ങനെ ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നാൻ നല്ല സാധ്യതയുണ്ട്. അപ്പം നമ്മൾ അതിന് വഴിയൊരുക്കി വെക്കാതെ ഇപ്പോഴേ ഇതൊക്കെ ചെയ്താൽ യു ക്യാൻ ഓൾസോ ബി എ മോർ സാറ്റിസ്ഫൈഡ് ഹ്യൂമൻ ബീയിങ് ആൻഡ് ദേ ക്യാൻ ഓൾസോ ബി എക്സ്ട്രീംലി ഹാപ്പി grandparents. So yeah, that's basically the little something I wanted to talk to you about. Yeah, and make sure you watch TV with them. അവർക്ക് കാണാൻ ഇഷ്ടമുള്ള പരിപാടികളൊക്കെ ഇട്ടിരുന്ന് കൂടെ ഇരുന്ന് TV കാണണം. കാരണം ഭയങ്കര നല്ല രസമാണ് ഇങ്ങനെ കമൻ്റൊക്കെ പറഞ്ഞ് TV കാണുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് നല്ല രസമാണ് ആക്ച്വലി. സോ yeah, please do things like that. It's actually very nice. And yeah, so that's what I want to talk to you about. So once again, Happy New Year. If you like this video, spend time with your grandparents and people from that generation, because you know why. And ഞാനിത് അങ്ങോട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ? As I'm talking to you, I'm watching a kick-ass sunset, a beautiful sunset, the first sunset of the year. അപ്പം ഞാൻ ഫസ്റ്റ് സൺസെറ്റ് ഓഫ് ദി ഇയർ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. Oh my god guys, it's so beautiful. Come.